ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാലുളവാകുന്ന സ്നേഹത്തോടുകൂടി വേണം ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷ ചെയ്യുവാൻ. ഇല്ലെങ്കിൽ എന്താ പറ്റും? തകർന്ന് തരിപ്പണമായി പോകും. അപ്പൊ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വിശ്വാസികളിൽ വസിക്കത്തക്ക നിലയിൽ ഉപദേശം കൊണ്ട് അവരെ വളർത്തിയെടുക്കുക. ഉപദേശം കൊണ്ടല്ലാതെ പറ്റുമോ? എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. എൻ്റെ പൊന്നെ കാണിക്കുന്ന കുസൃതിക്കൊന്നും ഒരു കൈ കണക്കുമില്ല. ഞാൻ മനോഹരമായ വാക്യങ്ങളൊക്കെ എഴുതി നല്ല മെസ്സേജൊക്കെ എഴുതിയിടുന്ന ഒരു ഡയറി ഉണ്ട്. ഇന്നലെ അവൻ കാണിച്ചത് ആ ഡയറി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ഒരു ചുമന്ന പേനയിട്ടിങ്ങനെ കുത്തി വരച്ച് നാശിപ്പിച്ചിട്ട്. കുഞ്ഞല്ലേ, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് സഭകളിൽ കുഞ്ഞുങ്ങൾ കിടന്ന് കാണിക്കുന്ന വിചിത്രം കണ്ടാൽ. പണ്ട് ക്യാപ്റ്റന്മാർ പറഞ്ഞ പോലെ ഒരു സഭയിൽ ചെന്നപ്പോൾ ഒരുത്തൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുത്തൻ മണ്ണ് വാരി തിന്നുകൊണ്ടിരിക്കുന്നു, ഒരുത്തൻ അവിടെ കിടന്ന് തമ്മിത്തല്ലുന്ന രണ്ട് കുട്ടികൾ. ഇതാണ് സഭയിലെ അവസ്ഥകൾ. ഇവിടുത്തെ കാര്യമല്ല, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് കമ്മിറ്റി കൂടാൻ നേരത്ത് കസേര വലിച്ചടിക്കുന്നു, കസേര മാറ്റിയിട്ട് ഡെസ്കിൻ്റെ സിസ്റ്റം കൊണ്ടുവരുന്നു, നേതൃത്വ നിരകൾ, അങ്ങനെ ഏതൊക്കെ നിലയിൽ കാര്യങ്ങൾ പോകുന്നു. ഇതിൻ്റെയൊക്കെ പ്രധാന വിഷയം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കി വിശ്വാസികളെ എന്ത് ചെയ്യുന്നില്ല? വളർത്തിയെടുക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവരിലിരിക്കുന്നു. ക്രിസ്തു ഇരുന്ന് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം എന്തായിരിക്കും? കർത്താവിൻ്റെ സ്വഭാവം പോലെ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നുള്ളത്, 12 പേരിരിക്കുന്ന കൂട്ടത്തിൽ ഈ കള്ളനായ യൂദ കാശും മേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആരെ ചുംബിക്കുന്നു അവനെ പിടിച്ചോണം, അവനാ ക്രിസ്തു. അപ്പം മറ്റുള്ളവരോ എല്ലാം ഒരുപോലെ ഇരിക്കാന്ന്. ഈ 3.5 വർഷം കൊണ്ട് നടന്നപ്പോൾ തന്നെ വേഷവും വാക്കും ഭാഷണവും, വേലക്കാർ പറഞ്ഞില്ലേ, നിന്റെ വാക്കും ഭാഷണവും കേട്ടിട്ട് നീ അവനോടുകൂടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കണം. ക്രിസ്തു നമ്മളിൽ വളരണം. ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടാകണം. അവന്റെ ഭാവം നമുക്കുണ്ടാകണം. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും വേണമെങ്കിൽ ഒന്ന് കുറിച്ചിട്ടു, എല്ലാവരും ഒന്ന് കുറിച്ചിട്ടു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2 പത്രോസിന്റെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി മാറണം. 1 കൊരിന്ത്യർ 2:16 നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഫിലിപ്പിയ ലേഖനം 2:5 ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകണം. 3 കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലിരിക്കും. കണ്ടോ, ഇതാ ഉപദേശം. ഇതാണ് ഉപദേശം. ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വന്നു കഴിഞ്ഞു. ഇനി അവൻ മരിച്ചു കഴിയുമ്പോൾ സമയാമാരത്തിൽ പാടിയില്ലേലും നവയെരുശലേം, ചാക്കാൽ വീട്ടിൽ പാടുന്ന നവയെരുശലേം പാർപ്പിടം തന്നില്ലേ വാസമോർക്കുമ്പോൾ. ചാക്കാല വീട്ടിൽ പോയിരുന്നുണ്ടല്ല ഇത് പാടേണ്ടത്. അവനവന്റെ വീടുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് പാടി പ്രത്യാശയോടെ ജീവിക്കണം. മരണ വീട്ടിൽ പാടാൻ, കല്യാണ വീട്ടിൽ പാടാൻ, ഇതൊക്കെ ഓരോന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. നല്ല കാര്യങ്ങളാണ്. പ്രത്യാശയുണ്ടോ? കർത്താവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളിലുണ്ടോ സഹോദരങ്ങളെ? ഈ ദൂത് കേട്ട്, ഈ വചനം കേട്ട് ഇന്ന് പൽക്കാലം കർത്താവിലേക്കും വചനത്തിലേക്കും മടങ്ങി വരിക. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായൊരു സബ്ജക്റ്റാണ്. അത് വിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. അത് ഇവിടെ പൗലോസ് പറയുന്നത് അതൊരു മർമ്മമായിട്ടായിരിക്കുന്നത്. 27-ാം വാക്യം 1:27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അതാ കാര്യം. ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം, ഈ മർമ്മത്തിന്റെ മഹിമാതനം ജാതികളോട് പറയുവാൻ, ജാതികളുടെ ജാതികളുടെ ഇടയിൽ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് ഇഷ്ടം അതാ. എന്താ? നിന്നിൽ ക്രിസ്തു ഇരിക്കുന്നു. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. മർമ്മം. ദൈവമക്കളെ, ഇത് വചനമാണ്. ഇപ്പൊ കഴിഞ്ഞ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ. ആ വായിച്ച കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു.
അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തു. ഷണ്ണം വചനം വായിച്ചുകൊണ്ട് പോവുക തേരിൽ. ദൈവദാസൻ പോരിൽ തിരിച്ചു കൊടുത്തു. ഈ വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കണം. ഈ മഹത്വത്തിന്റെ പ്രത്യേക ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് അല്പ സമയം, അരമണിക്കൂറുകൾ അതായില്ല വചനം. അതെങ്ങനെയാണ് വചനത്തിലൂടെ പഠിച്ചത്? വചനം വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരുമ്പോൾ, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ വരുമ്പോൾ, ക്രിസ്തുവിന്റെ മനസ്സ് നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ ക്രിസ്തു പ്രതിബിംബിക്കും. അല്ലാതെ എങ്ങനെ പ്രതിബിംബിക്കും? ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അത് വരുമോ? അത് കൊല്ലുന്ന പ്രമാണമല്ലേ? മരണത്തിന്റെ പ്രമാണമല്ലേ? ഇരുട്ടിന്റെ പ്രമാണമല്ലേ? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം ശക്തമായി പറയുന്നുണ്ട്. ഞാനത് പല പ്രാവശ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഒരു വിശ്വാസിയിൽ ഇരിക്കുന്നു എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അവരെ ആ നിലയിൽ വചനത്തിലൂടെ വളർത്തിയെടുക്കാതെ ക്രിസ്തു അവരിൽ ഒന്നും ഇരിക്കത്തില്ല. വേറെ വല്ല പിശാചൊക്കെയായിരിക്കും അവരിൽ കയറിയിരിക്കുന്നത്. കാരണം ഈ ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടുള്ള ഉപദേശങ്ങളുടെയൊക്കെ ഇടയിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? എൻ്റെ ഒരു കൂട്ടുസഹോദരനോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷേ ചെന്നായി കടിക്കാത്തവർ ഒറ്റ എണ്ണമില്ല. ചെന്നായി കടിക്കാം, എല്ലാത്തിനെയും കടിച്ചിട്ടിരിക്കുക. ഒരെണ്ണത്തിനില്ല ചെന്നായി കടിക്കാനില്ല, എല്ലാത്തിനെയും കടിച്ചിട്ടിരിക്കുക. കാരണം എന്താ? ഈ ചെന്നായി എന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തു പറഞ്ഞ വചനവ്യവസ്ഥ പ്രകാരം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ, സ്തോത്രം, അതെടുത്ത് വായിക്കാം. അത് വചനത്തിലൂടെ പഠിച്ചു പോകുന്നതാണ് കുറിച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ വചനം തന്നെ വായിച്ച ആ വിഷയത്തെക്കുറിച്ച് പറയാൻ കർത്താവ് ശരണപ്പെടുന്നത്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വിഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായിയാകുന്നു. അകം, അവരുടെ അന്തരാത്മാവിൻ്റെ ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായിയാണ്. പുറമെ എങ്ങനെ ഇരിക്കും? അമ്മാമ്മയെ പുറമെ എങ്ങനെ ഇരിക്കും? വൈറ്റ് ഷർട്ടും, അല്ല വൈറ്റ് ഷർട്ടും നല്ല ബ്ലാക്ക് പാൻറ്റും നല്ല ഗ്ലാസ്സൊക്കെ വെച്ച് സുന്ദരനായിട്ടിരിക്കും. പക്ഷെ ഉള്ളിൽ എന്താ? കടിച്ചു കീറുന്ന ചെന്നായി. അതിന് പൗലോസ് പറഞ്ഞ പദമാണ് കുറച്ച് കട്ടിയായിട്ടുള്ളത്. അതാ നമ്മൾ പഠിക്കണം. അത് 20-ാം അധ്യായം പ്രവൃത്തി 20-ൽ നമുക്കൊന്ന് വായിക്കാം. 20-ാം അധ്യായം ആരെങ്കിലും ഒന്ന് എടുത്താട്ടെ. അതിൻ്റെ 27 തൊട്ട് വായിച്ചാട്ടെ. 27 തൊട്ട് വായിച്ചാട്ടെ, ഉറച്ച് വായിച്ചാട്ടെ. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ ആമേൻ. സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ ഓർത്തുകൊള്ളുവീൻ. 32-ാം വാക്യം കൂടി. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ പറയും. അപ്പൊ വചനത്തിന്റെ വ്യവസ്ഥയിൽ സഭ നിൽക്കണം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം നിങ്ങൾ മറന്നു പോകരുത്. കർത്താവ് പറഞ്ഞു ചെന്നായ്ക്കളെ സൂക്ഷിക്കാൻ, പൗലോസ് പറഞ്ഞു കൊടിയ ചെന്നായ്ക്കളെ സൂക്ഷിക്കാൻ. ആരാ ഈ കൊടിയ ചെന്നായ്ക്കൾ? ഹലോ, കൊടിയ ചെന്നായ ആരാ? വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. കൾട്ടെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. കൾട്ട് ഒത്തിരി കിടപ്പുണ്ട്. ഈ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. മനസ്സിലായില്ലേ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വിശ്വാസികളിൽ ഇല്ലാതിരിക്കാനുള്ള കാരണമായി പറഞ്ഞു വരുന്നത് ഈ വിപരീത ഉപദേശം കേട്ടു പഠന ക്രിസ്തു അവരിൽ ഉണ്ടാകുമോ? ഗലാത്യരോട് ഒരു ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പ്രസവേദനപ്പെടുന്നു. വേദനപ്പെടുക. പ്രസവേദന എന്താണെന്ന് വെച്ചാൽ സഹോദരന്മാരോട് ചോദിച്ചറിയാം.
നമുക്കെന്തറിയാം? ഒരു ചുക്കും അറിയത്തില്ല. വേദനപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു കുഞ്ഞിന് രൂപം കൊടുത്തതുപോലെ വേദനപ്പെടുക. എന്തിനാ? ഈ ക്രിസ്തുവിനെ പ്രസംഗിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സും ക്രിസ്തുവിൻ്റെ ഭാവവും വിശ്വാസികൾ ഉണ്ടാകാൻ വേണ്ടി അഹോരാത്രം പട്ടിണി കിടന്നും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും താൻ വലിയ വേദനപ്പെട്ടുകൊണ്ടിരിക്കുക. ചിന്തിച്ചു നോക്കി, ഇങ്ങനത്തെ ശുശ്രൂഷകന്മാര് ഈ ലോകത്തിൽ ഇല്ലെങ്കിൽ ഈ ആര് നന്നാകൂടെ? ഇടയ്ക്ക് ആരെണ്ണം പറയണ്ടായി, വിശുദ്ധയുടെ ഉപദേശം പ്രസംഗിക്കാൻ പാസ്റ്റർമാരില്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ എടുക്കാൻ ഒരെണ്ണം കാണത്തില്ല. എല്ലാവരെയും ആര് കൊണ്ടുപോകും? ചെന്നായി കടിച്ച് കീറി കൊണ്ടുപോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനോട് പ്രവചനവാക്യമാ, വേലക്കാരെ അയക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവവചനം വിശുദ്ധിയോടെ പ്രസംഗിക്കുന്നവർ, ദുരുപദേശത്തെയും ഉപദേശത്തെയും എടുത്ത് തെളിച്ചു പറയുന്നവർ, പഥ്യവചനം പഥ്യോപദേശം പ്രസംഗിച്ച് ജനത്തെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവർ വസിക്കത്തക്ക നിലയിൽ വചനം കൊണ്ടവരെ പോഷിപ്പിക്കുന്ന ശുശ്രൂഷാ വൃന്ദങ്ങൾ എഴുന്നേറ്റ് വരുവാൻ ദൈവസഭ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത് ഞാൻ രണ്ടാം വാക്യത്തിലേക്ക് വരിക, രണ്ടാം അധ്യായത്തിലേക്ക് വരിക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക്. നിങ്ങൾക്കും അവ നമ്മളും അതിലുണ്ട് കേട്ടോ. നമ്മൾ ആ വാക്യപ്രകാരം നമ്മളും അതിലുണ്ട്. അടുത്ത അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് നിങ്ങൾ ആ വാക്യം ഒന്ന് ശരിക്കൊന്ന് ഹൃദയത്തിലോട്ടൊന്ന് ധ്യാനിച്ച്. കൊലോസ്യയിലെ വിശ്വാസികൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണയുടെ സമ്പത്തും അത് വചനത്തിലൂടെ പ്രാപിച്ചെടുക്കുവാൻ പൗലോസ് വലിയ പോരാട്ടം കഴിക്കുകയാണ്. അപ്പൊ തന്നാൽ നടത്തപ്പെടുന്ന കൊരിന്ത്യൻ സഭ, ഗലാത്യ സഭ, ഫിലിപ്പിയ സഭ, തെസ്സലോനിക്ക സഭ, അപ്പോസ്തലന്മാരുടെ ഉപദേശം പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഭകളിലെ വിശ്വാസികൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണയുടെ സമ്പത്ത് അവർ പ്രാപിച്ചെടുക്കണം. അതിനാണ് പോരാട്ടം. നിങ്ങൾ എന്നോടൊപ്പം വരണം കേട്ടോ, ചിന്തിച്ച് വരണം. എന്നാലേ ദൂത് നമ്മുടെ ഹൃദയത്തിൽ കത്തുകയുള്ളൂ. ഒരു ശുശ്രൂഷകന്റെ പോരാട്ടം വിശ്വാസികൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണ്ണയുടെ സമ്പത്ത് അവർ പ്രാപിച്ചെടുക്കണം. അതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? വചനത്തിലൂടെ. അതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? ആത്മാവിൽ ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ആത്മാവിൽ ദൈവസ്വരൂപത്തെ പഠിക്കുകയും ചെയ്യുമ്പോഴേ അത് കിട്ടത്തുള്ളൂ. പുസ്തകം വായിച്ചാൽ ഇതൊന്നും കിട്ടത്തില്ല. പുസ്തകം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് സർക്കിൾ ഈ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം പുസ്തകങ്ങൾ എഴുതുമ്പോൾ അവർ അതിനെക്കുറിച്ചൊക്കെ എഴുതുന്നത് കുറേ പരിമിതികളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ വിരചിതമായ ദൈവവചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർവ്വയുടെ സമ്പത്തും നമുക്ക് ആത്മാവിൽ ആ വചനത്തിലൂടെ പഠിച്ചെടുക്കാൻ കഴിയും, ഗ്രഹിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ആത്മിക സമ്പന്നതയിലേക്ക് നടത്തപ്പെടാൻ കഴിയും. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിലൂടെ അത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത നമ്മൾ മനസ്സിലാക്കുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും. ഓഹോ, അപ്പൊ സമ്പന്നത ഏതിലൊക്കെ ഉണ്ട്? വചനത്തിലുണ്ട്, പരിജ്ഞാനത്തിലുണ്ട്. വചനത്തിന്റെ സമ്പന്നത, പരിജ്ഞാനത്തിന്റെ സമ്പന്നത, സന്തോഷത്തിന്റെ സമൃദ്ധി, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി. യാക്കോബ് പറയുന്നു, വിശ്വാസത്തിൽ സമ്പന്നരാക്കി. പ്രത്യാശയുടെ സമൃദ്ധി. ഇതാണ് പുതിയ നിയമയുടെ സമൃദ്ധി. അത് റിയൽ എസ്റ്റേറ്റ് അല്ല.
എന്നോട് കർത്താവ് ഇതൊക്കെ പൊളിച്ചു പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമസഭയുടെ സമൃദ്ധി സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത പ്രാപിക്കുക. മക്കതോന്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ എടുക്കണ്ട, വായിക്കാൻ സമയമില്ല. സന്തോഷ സമൃദ്ധി, ഭയങ്കര കഷ്ടത. എനിക്ക് വേണമെങ്കിൽ 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചു പോകുന്ന നല്ലതാണ്. എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. നമുക്കിടെ ഉള്ളിൽ അഭിഷേകം കിടപ്പുണ്ടെങ്കിലും സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും മഹാദാരിദ്ര്യവും വിശുദ്ധന്മാർ യെരൂശലേമിൽ തമ്പടിച്ച് വിശുദ്ധന്മാർ വന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയിലേക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഇങ്ങനെ വർദ്ധിച്ചു വരിക. കുടുംബത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് വിടുന്ന പോലൊരു അനുഭവമാണ് 1-ാം നൂറ്റാണ്ടിൽ. യഹൂദ കുടുംബത്തിൽ പറഞ്ഞവൻ ഈ പുതുവചനം കേട്ട് ഈ സത്യക്രിസ്ത്യാനിയുടെ കൂടെ പോയി കഴിയുമ്പോൾ നീ മേലിൽ വീട്ടിൽ കയറിപ്പോരുതെന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോസ്തലന്മാരെ ഭവനങ്ങളിലും അവിടെയൊക്കെ താമസിപ്പിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഭക്ഷിക്കാൻ ആഹാരമില്ല, അവർക്ക് വസ്ത്രങ്ങളില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോസ്തലന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഫണ്ട് റൈസിങ്, ഇന്നത്തെ കൺവെൻഷൻ നടത്തി കാശ് പിടിക്കുന്ന ഫണ്ട് റൈസിങ് അല്ല, പാവം പിടിച്ച വിശ്വാസികൾക്ക് തിന്നാൻ വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള ഫണ്ട് റൈസിങ്. ആ ഫണ്ട് റൈസിങ് വന്ന് ഈ കൊരിന്ത്യ സഭയിലും വന്ന സമയത്താണ് കൊരിന്ത്യ സഭയുടെ നിലവാരം എങ്ങനെ ഇരിക്കുന്നു. ഒന്നുകൂടി വായിക്കാം വാക്യം. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ട് അവരുടെ, ഞാൻ ചോദിക്കട്ടെ, എന്ത് സന്തോഷ സമൃദ്ധി എന്നാണ് ഞാൻ ചോദിക്കുന്നത്? ക്രിസ്തുവിലുള്ള സന്തോഷം, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള സന്തോഷം, രൂപാന്തര ശരീരം കിട്ടുമെന്നുള്ള സന്തോഷം, 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാമെന്നുള്ള സന്തോഷം, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ എനിക്കൊരു ഓഹരി ലഭിക്കുമെന്നുള്ള സന്തോഷം. ഹല്ലേലൂയ. ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം എനിക്ക് ലഭിക്കുമെന്ന് പത്രോസ് 1:5. ആ സന്തോഷം. ഹല്ലേലൂയ. ഇന്നത്തെ വിശ്വാസികളിലേക്ക് ഈ സന്തോഷമുണ്ടോ? നമ്മളിൽ ഈ സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്, അവർക്കുണ്ടായതിലും അധിക സന്തോഷം പഴയ നിയമത്തിലെ ഭക്തൻ്റെ ഉള്ളിലുണ്ടെന്ന്. ഇന്നത്തെ പുതിയ നിയമ വിശ്വാസികൾ, കോടതി കയറി നടക്കുന്ന വിശ്വാസികളെ, ശുശ്രൂഷ വൃന്ദങ്ങളെ, നിങ്ങൾക്ക് എന്ത് സന്തോഷമുള്ളത്? ലോകത്തിൻ്റെ ഗാർബേജ് കാണുമ്പോൾ ഉള്ള സന്തോഷം. കോടതി പോയിട്ട് നേരെ വന്ന് കയറുന്നത് സിനിമാ തിയേറ്ററില്ല. സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ വീടെന്ന സിനിമാ തിയേറ്റർ അല്ല. എല്ലാത്തിനും നമുക്ക് ഇതുണ്ട്. മറ്റുള്ളടത്ത് പോയ ആൾക്കാർ കാണൂലേ, അയ്യോ ഭാഷ അവിടെ ഇരിക്കാണ്ട്. പണ്ട് ഞാൻ പോയവനാ കേട്ടോ. എനിക്ക് തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. ഈ ഉപദേശം കിട്ടുന്നതിന് മുമ്പ് സർക്കസ് കൂടാരത്തിൽ പോയി അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുക. ഞാൻ വൈഫൈ വീട്ടിലേക്ക് ഉണ്ട്. ഈ സമയത്ത് സഭയുടെ സെക്രട്ടറി അവിടെ വന്നില്ല. ഇതാരും സമച്ചല്ലോ, നമ്മൾ പ്രബോധനപുത്രനല്ലേ അന്നും, ഭയങ്കര പ്രബോധനമൊക്കെ പറയും. ഞാൻ എവിടെ ഇരിക്കുന്നു? ഈ കൊച്ചിനെ കൊണ്ടൊന്ന് വന്നൊന്ന് കാണിച്ചാൽ ഒരബദ്ധം പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ? കാരണം ഉപദേശം കിട്ടാതെ വിശുദ്ധി ജീവിക്കണം, പ്രമാണത്തിൽ ജീവിക്കണം, ലോകത്തോട് കരുതരുത്, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ ഞങ്ങളെ തെരഞ്ഞെടുത്തു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിലെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്ന ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. ഈ ലോകത്തിലെ കാര്യം വെറുക്കുന്നു, ഇടത്തിൻ്റെ പ്രവൃത്തി, ഇരുട്ടിൻ്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും അറിയാതെയും പഠിക്കാതെയും ഗ്രഹിക്കാതെയും ഇരുന്ന കാലഘട്ടങ്ങളിൽ എന്തും ചെയ്യും. എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും. റോമാലേഖനം 6 നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. അപ്പോൾ ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിക്കാതെ പാപത്ത് സ്വാതന്ത്ര്യം ആർക്കും കിട്ടുകയില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട്? നിയമങ്ങളുണ്ട്. ഇത്രാം വകുപ്പ് 304-ാം വകുപ്പ് പ്രകാരം, 580-ാം വകുപ്പ് പ്രകാരം ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൊടുത്ത് നമ്മുടെ ഗവൺമെൻറ് ആൾക്കാരെ നന്നാക്കിയെടുക്കുക. എന്നിട്ട് നന്നാവും. ഇടയ്ക്കെങ്ങാണ്ട് ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ, ഈ നാണംകെട്ട വർത്താനം ലോകത്തിൽ ഡിക്ലെയർ ചെയ്യാതിരിക്കണ്ടേ? ചാനലുകാരിങ്ങനെ മയക്കും കൊണ്ട് നടക്കുക. പിടിച്ചു കഴിയുമ്പോൾ പോലീസുകാരുടെ വായിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം പറയാൻ. അവർ പറയാ, ചേർത്തല പോലീസ് സ്റ്റേഷനിൽ 18 കേസ്, ആലപ്പുഴയിൽ 28 കേസ്, പിന്നെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ
56 കേസ്. എത്രയുണ്ടെല്ലാം കൂടി 100 കേസുള്ള ഒരു വ്യക്തിയെ പിന്നെയും പിടിച്ചിട്ട് ഇവൻ എന്തിനാ അവനെ വിട്ടത്? അത് അതിലും വിചിത്രം. ഇത് ചിരിക്കാൻ പറയല്ല, നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഇവർ ജയിലിലായി കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കള്ളന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് അടുത്ത മെഗാ ഓപ്പറേഷന് വേണ്ടിയുള്ള പ്ലാൻ അവർ തയ്യാർ ചെയ്യുന്നുണ്ട്. എന്താ ഞാനീ പറഞ്ഞു വരുന്നത് വെച്ചല്ലോ, ഈ മനുഷ്യൻ ഈ തെറ്റിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള ഒരു ദൈവവചനത്തിൻ്റെ ഇടപെടലുകളും ഉപദേശങ്ങളും യവന് ലഭിക്കുന്നില്ല. കോടതി പറയും മാനസാന്തരം വല്ലതും ഉണ്ടോ ഒരാളെ കൊന്നതിന്? എനിക്ക് മാനസാന്തരമൊന്നുമില്ല, എന്നാൽ ഒരു 10 വർഷം കൂടി കിടന്നു. കാരണം കോടതി പറഞ്ഞാലും ആൾക്കാർ പറഞ്ഞ മാനസാന്തരപ്പെടും. എനിക്കറിയാം, പാസ്റ്റർ ക്യാപ്റ്റൻ ശാമുവേൽ പറഞ്ഞു, ഒരു സ്ഥലത്ത് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയാ, ഏതാണ്ട് 10-30 പേരെയോ, കറക്റ്റായിട്ട് കൃത്യം ഞാൻ ഓർക്കുന്നില്ല, എത്രയോ പേരെ കൊന്ന ഒരു കൊലയാളി ആ സ്റ്റേജിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ ഞാനൊരു കൊലപാതകി. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് താൻ തെറ്റുകാരനാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം വെളിപ്പെടാതെ തെറ്റാണെന്ന് ആർക്കും വെളിപ്പെട്ട് കിട്ടുകയില്ല. ദൈവവചനം ഏകദേശം 10,000 പേരുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് അറിയത്തില്ല കൃത്യമായ കണക്ക്. അവിടെ പ്രസംഗിച്ച സമയത്ത് 3000 പേരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. പരിശുദ്ധാത്മാവിനാൽ കുത്തുകൊള്ളാനിടയായി തീർന്നു. അവർ അനുദപിച്ചു. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവർ മാനസാന്തരപ്പെട്ടു. റിപ്പന്റന്റ് ആൻഡ് ബാപ്റ്റിസം. അവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു. ഇന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നില്ല. കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച്, വീട് കൊടുത്ത്, കാറ് കൊടുത്ത്, ലോറി കൊടുത്ത്, കണ്ടെയ്നർ കൊടുത്ത്, വിസ വാങ്ങിക്കൊടുത്ത്, കുഞ്ഞുങ്ങൾക്ക് ജോലി വാങ്ങിക്കൊടുത്ത്, സഭയിൽ കൊണ്ടുവന്ന് ഉണങ്ങിയ ഭാവിയെ, ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നനഞ്ഞ ഭാവിയാക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായി? അവനെ നനഞ്ഞ് കുതിർത്തിയെടുക്കുക. നനഞ്ഞ ഭാവിയെ, ഉണങ്ങിയ ഭാവി, നനഞ്ഞ ഭാവി. അവനെ കൊണ്ടുവരുത്തി കാട്ടും പാടിച്ച് അവൻ്റെ മക്കൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാകാം, അവൻ്റെ മക്കൾക്ക് ഭൗതിക നേട്ടങ്ങളുണ്ടാകാം, ഇവൻ ചെയ്ത ബിസിനസ്സിനൊക്കെ ടേൺ ഓവർ മാറി കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടിയെന്ന് വരിക. ഇതെല്ലാം പാർട്ട്ണറിന് കിട്ടിയ പാർട്ടിന് സന്തോഷം, അവർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. കർത്താവ് വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ പോയിന്റ് അതാണ്. ദൈവസഭ ചേർക്കപ്പെടാൻ വരുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ള വിശ്വാസികളെല്ലാം കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരുന്നവർ, പ്രമാണമനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവർ, അങ്ങനെ ജീവിച്ച് മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കുകയും, പിന്നെ ജീവനോട് ഇരിക്കുന്ന ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ളിൽ വസിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് കിട്ടും? ഉയർപ്പും രൂപാന്തരവും കിട്ടും. മരിച്ചവർക്ക് ഉയർപ്പും ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം. ഇതാണ് പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത സത്യം. ഇന്നത്തെ ഭാഷന്മാർ പറയുന്നതെന്ന് എനിക്കറിയില്ല. അവരൊക്കെ പലരും പല നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. കഞ്ഞി കുടിക്കാൻ വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി ഒക്കെ ഓരോരുത്തർ ഉപദേശിമാരായതാണ്. 3 നിലയിൽ ശുശ്രൂഷ വൃന്ദങ്ങളുണ്ടെന്നാണ് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധം പഠിപ്പിച്ചത്. 1, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. 2, സംഘടന തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നവർ. 3, കേറിയങ്ങാകുന്നവർ. മനസ്സിലായില്ലേ? ഇതിലേതാണെന്ന് നമ്മൾ ശോധന ചെയ്തു. കർത്താവേ, നീ എന്നെ ആക്കി വെച്ചുവെങ്കിൽ നിന്റെ വചനം വിശ്വസ്തയോടെ പറഞ്ഞ് ജനത്തെ കർത്താവിൻ്റെ വരവിലൂടെ ഒരുക്കുവാൻ എനിക്കതിനുള്ള കൃപ തരണമെന്ന് ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. നിങ്ങൾക്കും ലഘൂകരിക്കലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അപ്പോൾ വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിച്ചാലേ സ്നേഹത്തിൽ ഏകീഭവിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹത്തിൽ ഏകീഭവിച്ചാലേ ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടത്തുള്ളൂ. ഹൃദയങ്ങൾക്ക് ആശ്വാസം ഇല്ലെങ്കിൽ പോഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ചേർത്തല സഹോദരൻ പറയുന്ന പോലെ, എന്തുകൊണ്ട് സഹോദര? പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുക പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം അതുപോലെ ടെൻഷനാണ്. 2-3 കോഴിമുട്ട ഒരുമിച്ച് ചേർത്ത് വെച്ച് പിടിച്ചാൽ അതൊക്കെ വെന്ത് കിട്ടും പാസ്റ്റർ. അതുപോലെ ചൂടാണ്. എന്താ പറ്റി? രക്ഷിക്കപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരെ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരെ, ദൈവമക്കളായി തീർന്നവരെ, നിങ്ങൾക്ക് എന്തോ പറ്റി? പറ്റേണ്ടതൊക്കെ പറ്റി. ഇനി പറ്റാനൊന്നുമില്ല.
അതുപോലെ അങ്ങ് പറ്റി. ഞാൻ പറയാം, യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച് പുതുപുത്ത പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് ഈ പഥ്യവചനവും പഥ്യോപദേശവും അനുസരിച്ച് ജീവിച്ച് പ്രവൃത്തി 9:31 എഴുതിയിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്ന സഭകളുടെ ഒരാത്മിക വളർച്ചയും ഒരാത്മിക വർധനവും ഒരാത്മിക നിറവും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുമുള്ളൊരു വിശ്വാസിക്ക് ആത്മികമായി ഉണർന്ന് ശക്തിയോടെ നിൽക്കാൻ കഴിയും. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും അവർക്ക് ശക്തമായിട്ട് നിലകൊള്ളാൻ കഴിയും. പ്രതികൂലമൊന്നും ഇല്ലാത്തിട്ടാണോ ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്? എന്തെല്ലാം പ്രതികൂലങ്ങളാണ് ജീവിതത്തിലുള്ളത് ദൈവമക്കളെ. അതിനെല്ലാം തരണം ചെയ്യുവാനുള്ള ദൈവകൃപ തന്ന് കർത്താവ് നടത്തുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഹൃദയങ്ങൾക്ക് ആശ്വാസമുണ്ടാകണം. അതിനുവേണ്ടി പൗലോസ് വലിയ പോരാട്ടം കഴിക്കുക. ഈ ദിവസങ്ങളിൽ ഇത് കേൾക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, നിങ്ങളും ഇതുപോലെ പൗലോസിനെ പോലെ പോരാട്ടം കഴിച്ച് വിശ്വാസികൾക്ക് വേണ്ടി ദൈവത്തിൽ ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ വചനം കൊണ്ട് പോഷിപ്പിക്കുകയും. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു പദപ്രയോഗമാണ് ദൈവവചനത്താലുള്ള പോഷണം. അല്ലേ? വചനത്താലുള്ള പോഷണം. കൊച്ചുകുട്ടികൾക്ക് പോഷണം കൊടുക്കുന്നതിനാ, ആരോഗ്യത്തോടെ വളരാൻ. വിശ്വാസികൾക്ക് പോഷണം കൊടുത്ത് വളർത്തുന്ന ആരോഗ്യത്തോടെ വളരാനാ. കുറച്ച് ചക്കയും മാങ്ങയും മാത്രം കൊടുത്താൽ വളരുമോ? അങ്ങനെ സാധാരണ കുറേ ചോറും കഞ്ഞിയൊക്കെ കൊടുത്താൽ അങ്ങനെ വളരുമോ? ഇല്ല. പോഷകാഹാരം എന്തൊക്കെയാ? നേന്ത്രപ്പഴം, ഉണക്കിപ്പൊടിച്ചത്, നെയ്യ്, മുട്ട, പാല്, ശുദ്ധമായ പാല്. ഇന്നത്തെ മെൽമപ്പാൽ കൊടുത്താൽ കൊച്ചപ്പ തട്ടിപ്പോയി ചോദിച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ പാല്. ഇന്നത്തെ പാലും യൂദേശമാർ കൊടുക്കുന്ന പാലും ഒരേപോലെയാണ്. മിൽമ, എല്ലാം മിൽമയാണ്. ഞങ്ങൾ ഡയറക്റ്റ് പാലാണ് മേടിച്ചു കുടിക്കും. അതൊരു പ്രത്യേകത. പശു പിറന്ന പാല് ഡയറക്റ്റ് ഒരു മിക്സ് ചെയ്യാത്തത്. ഇത് മായമുള്ളതാണ്. വിപണിയിൽ കിട്ടുന്ന മുഴുവൻ, ഇന്നത്തെ ചർച്ചകളിൽ കൊടുക്കുന്ന മുഴുവൻ മായമുള്ളതാണ്. അതാണ് വിശ്വാസിയെ കോടതിയിൽ നിന്ന് ഇറങ്ങാത്തത്. അതാണ് ശുശ്രൂഷകന്മാരും കോടതിയിൽ നിന്ന് ഇറങ്ങാത്തത്. അതാണ് ഇവരുടെ കാശ് മുഴുവൻ വക്കീല് കൊണ്ടുപോയി തിന്നുന്നത്. മനസ്സിലായോ? പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസികളെ വളർത്തിയെടുക്കുക. ഇനി അവിടെ നിൽക്കുന്നില്ല, 3-ാം വാക്യത്തിലേക്ക് വരുന്നു. വായിച്ചാട്ടെ 3-ാം വാക്യം. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും, യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനം, പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ. ഈ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? എഫേസ്യ ലേഖനത്തിൽ ഒരു പദപ്രയോഗം ഞാൻ നിങ്ങളോട് പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. അവനിൽ നിങ്ങളെ തെരഞ്ഞെടുക്കുകയും സ്നേഹത്തിൽ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അടുത്ത അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. 8-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചുവന്ന മഷി കൊണ്ട് കുറിച്ചിട്ടോണം. സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനവും വിവേകവും, ക്രിസ്തുവിൻ്റെ ഉപദേശത്തെക്കുറിച്ചുള്ള ജ്ഞാനവും വിവേകവും നമുക്ക് നൽകിയിരിക്കുക. ഇതെവിടെ കിട്ടുന്നത്? ഇത് കർത്താവിൽ നിന്നല്ലാതെ വേറെ എവിടെ കിട്ടും? മോശയുടെ അടുക്കൽ ഇത് കിട്ടുമോ? യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും വിവേകവും, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ നമ്മൾ പ്രാപിക്കുമ്പോഴേ നമ്മൾക്കത് കിട്ടുള്ളൂ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നിങ്ങൾ വിളിയാലുള്ള ആശയം ഇതിൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അറിയേണ്ടതിന്. സ്തോത്രം. എഫേസ്യ ലേഖനം പ്രാർത്ഥനയിൽ അതുണ്ട്.
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നമ്മൾ പ്രാപിക്കണം. അതാണ് നമുക്ക് കിട്ടേണ്ടത്. എഫേസ്യ ലേഖനം 8-ാം വാക്യത്തിൽ അവൻ നമുക്ക് നൽകിയ അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ജ്ഞാനം, വിവേകം. ജ്ഞാനവും വിവേകവും രണ്ടും രണ്ടാ. വിവേകം എന്ന് പറഞ്ഞാൽ സാന്ദർഭോചിതമായി വിവേകത്തോടെ ഇടപെടാനുള്ള വിവേകം. വചനത്തിൻ്റെ ജ്ഞാനം, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക. ആത്മീകമായ അനുഗ്രഹങ്ങളുടെ കലവറകളാണ് പ്രിയപ്പെട്ടവരിവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളത്